പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ശ്രീ അഘോരി ബാബാജി, ക്ഷേമാനന്ദ മഹാരാജ് ശ്രീ അഘോരി ബാബാജിയാണ്. നമ്മളെ ആരുടെ സ്ഥാനമാണ് ഇത്? ഈ ക്ഷേത്രം ചെറിയൊരു വിഷമം സംഭവിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിന് കെട്ടിയ ഷീറ്റ് അങ്ങ് പൊട്ടിപ്പോയി. കഴിഞ്ഞ മഴക്ക് സംഭവിച്ചായിരുന്നു. ഞാൻ വയനാട് ജില്ലയിൽ ചിത്രീകരണത്തിലായിരുന്നു. അപ്പം ഇവിടുന്ന് ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നതാണ്. അപ്പം അതങ്ങനെ പൊട്ടിപ്പോയപ്പം അത് കെട്ടണ്ടിക്ക് 10-15,000 രൂപ വേണ്ടി വരും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 8,000 രൂപകൾ ആ കുട്ടിക്ക് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പൊട്ടിപ്പോയപ്പം 12-13 ഉറുപ്പ്യായിരുന്നു ഏകദേശം ആയത്, ഷീറ്റെല്ലാം അടക്കം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം അത്ര വരുന്നില്ല. ഈ പ്രാവശ്യം ഷീറ്റ് ഒരു ഷീറ്റിന് മാത്രമേ കേട് വന്നിട്ടുള്ളൂ. ബാക്കി മുളകുകളാണ് എല്ലാം ദ്രവിച്ച് പൊട്ടിപ്പോയതാണ്. ദയവായി നിങ്ങളെ മുന്നിൽ ഞാനിത് സമർപ്പിക്കുകയെന്നും സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സഹായിക്കുക. ബാക്കി വിശേഷ വിവരങ്ങൾ ഞാൻ പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മഴക്ക് ദേവീൻ്റെ ഷീറ്റ് എല്ലാം പൊട്ടിപ്പോയി കേട്ടോ. ഞാൻ അങ്ങ് വയനാട്ടിലായിരുന്നു ഉണ്ടായത്. ഞാൻ ഇത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇത് വേഗം കെട്ടണം എന്ന് വെച്ചാൽ കെട്ടിൻ്റെക്ക് 10-13 ഉറുപ്പോളം വരും, 13,000 ഉറുപ്പോളം വരും എന്ന് പറഞ്ഞു. അപ്പം കെട്ടിയിട്ടില്ലെങ്കിൽ 10-25 ലക്ഷം രൂപ ചിലവിട്ട ഇത് കേട് വരും. അപ്പം അതിന് എല്ലാവരും ഒന്ന് സഹായിക്കുക, കൂടെ നിൽക്കുക. അത് ക്ഷേത്രം എടുക്കുന്നിടത്താണ്. പിന്നെ ക്ഷേത്രത്തിൻ്റെ മുകളിലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ തലക്കാലം എടുത്ത് ഒരു ഇതുകൊണ്ട് കെട്ടിയതാണ്. പൊട്ടി താലായിപ്പോയി, ഷീറ്റെല്ലാം കീറിപ്പോയി, മുകളിൽ കണ്ടില്ല. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ഞാൻ ഗൂഗിൾ പേൻ്റെ QR കോഡ് ഇതിൽ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 2023 ഇതുപോലെ ഷീറ്റ് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് കുട്ടിക്ക് കെട്ടിയ ആൾക്ക് 12,000 രൂപ കൊടുക്കുന്നിടത്ത് ഇനി 8,000 രൂപ ബാക്കി വെച്ച് ഇനി ഒരു കൊല്ലമായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞപ്പോൾ സഹായിക്കാൻ പറ്റും, ആരും സഹായിച്ചില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഇനി 8,000 രൂപ കൂടി ആ കുട്ടിക്ക് കൊടുക്കാനുമുണ്ട്. അതുകൊണ്ടാണ് അവൻ വന്ന് ചെയ്യാതെ. അല്ലെങ്കിൽ അവൻ കേട്ട ഉടനെ തന്നെ ഓടി വന്നിട്ട് വാങ്ങി എല്ലാം ചെയ്യുന്നതാണ് ബിബിൻ. അപ്പം ഈ പ്രാവശ്യം തന്നെ കെട്ടേണ്ടി വരും. പക്ഷേ അത്രക്കായിരം പൈസ വരില്ല. എന്നാലും ഏകദേശം ഒരു 10 രൂപയോളം നമ്മൾ കൈമ കാണേണ്ടി വരും. ഷീറ്റ് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുള ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. എല്ലാത്തിൻ്റെയും ദേവീൻ്റെ അടക്കം മുള മാറ്റേണ്ടി വരും. അതിൽ മുളയിൽ നിന്ന് തന്നെ എടുക്കാനൊന്നും ഇതിൽ കഴിയില്ല. എല്ലാം ദ്രവിച്ചു പോലെ ആയിപ്പോയി. അപ്പം ഞാൻ ഇതിൽ QR കോഡ് ഇതിൽ ഉൾപ്പെടുത്താം. ധാരാളം പേർക്ക് രക്ഷ നൽകിയ ഭഗവതിയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ യാത്രയിലായതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ. പിന്നെ സാമ്പത്തികമായിട്ട് നമുക്കെടുക്കാനുള്ള ഇതില്ല. ഞാനിപ്പം ഇവിടെ അറിയാമല്ലോ, മാസത്തിൽ ഒരു തവണയാണ് ഇവിടെ നടവർക്കാറ്. ഇപ്പം പഴയ പോലെ ഡെയിലി തുറക്കാനെന്ന് വെച്ച് ഞാൻ സ്ഥലത്തില്ലാതുകൊണ്ടാണ്. മറ്റൊരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായി ചെയ്യില്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. ഇപ്പം ഒരു കച്ചവട മനോഭാവം ഇല്ലാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ വേറൊരാളെ ഏൽപ്പിക്കാതെ. അപ്പം പ്രശ്നത്തിൽ പോയി പ്രശ്നം വെച്ചപ്പോൾ അന്വേഷിച്ചപ്പം പറഞ്ഞു പഴയ പോലെ മാസത്തിൽ ഒരു തവണ ദേവിക്കും ഇഷ്ടമില്ല, പഴയ പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം. അപ്പം ദയവായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സഹായം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ QR കോഡിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ അതിലേക്ക് സമർപ്പിക്കുക കേട്ടോ. നല്ല വേഗം വേണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഴ വരുന്ന മുമ്പിട്ടിട്ട് ഇത് പൂർത്തീകരിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. എല്ലാ ക്ഷേത്രത്തിനും വേണ്ടി ഞാൻ ഓടിപ്പോയി എല്ലാം ചെയ്യുന്നതാണ്, അറിയാലോ എല്ലാവർക്കും. അപ്പം നമുക്കൊരു വിഷമം വന്നിട്ടുണ്ട്. ഇത് നമ്മളെ തറവാട്ട് ക്ഷേത്രമാണ്. രാജരാജേശ്വരി ക്ഷേത്രം കേരളത്തിലെ പ്രത്യക്ഷമായി ശ്രീചക്ര മഹാമേരു കാണിച്ചുകൊണ്ട് ജനങ്ങളിടയിൽ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നത്തയിലത്തെ മുരളീകൃഷ്ണൻ നമ്പൂതിരിയാണ്. അദ്ദേഹമാണ് ചെയ്യാറ്. കാളകാട്ടെ ഇലത്തെ ദേവ നമ്പൂതിരിയുടെ മരുവനാണ്. ഇപ്പം എല്ലാ പൗർണമി മാസം ഞാനായിരുന്നു ഇപ്പം ഇവിടെ എവിടെയായാലും ഞാൻ വന്നിട്ട് പൂജ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പൗർണമി നാളിൽ ഇവിടെ എന്തായാലും വരുന്നുണ്ട്. പൂജ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ചെയ്യാത്തത്.
മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അർച്ചനയും കാര്യങ്ങളും അതൊക്കെ ചെയ്യാറുണ്ട്. ആൾക്കാരും ഭക്തന്മാരെല്ലാം വന്ന് പോകുന്നുമുണ്ട്. പക്ഷെ അതൊന്നും അല്ല പ്രശ്നം. ഈ പ്രശ്നം ഇതാണെന്ന് പെട്ടെന്ന് ഇത് കെട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്ന് വെച്ചാൽ ദേവീൻ്റെ 10-25 ലക്ഷം റുപ്യ കടം എല്ലാം എടുത്തിട്ടാണ് ഇത്രയും പേര് എത്തിച്ചിട്ടുള്ളത്. മരത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം 7 ലക്ഷം റുപ്യോളം മരത്തിന് വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഉണ്ട്. അതിന് 7 ലക്ഷം റുപ്യ ചിലവിട്ട് മരം വാങ്ങി അവിടെ കൊണ്ടിട്ട് ഏകദേശം 2022 അങ്ങോട്ടാണ് കൊണ്ടിട്ട് 3-4 കൊല്ലമായി ഇതിപ്പം അവിടെ കൊണ്ട് ഇട്ട് വെച്ച്. അപ്പം ഇനി അങ്ങനെ അത് വെച്ചുകൂടാം. അതുകൊണ്ടാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം അതിനും കൂടി വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ യാത്ര. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള ക്ഷേത്രങ്ങളെ ചിത്രീകരിച്ച് ലോകജനതയ്ക്ക് കാണിച്ചെടുക്കാൻ നമ്മൾ അനുഭവിക്കുന്ന അതേ വിഷമങ്ങൾ മറ്റ് പല ക്ഷേത്രക്കാരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് ഗുണമുണ്ടാവാൻ വേണ്ടിയാണ് ഗുരുജി ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ ക്ഷേത്രങ്ങൾ കയറി ചിത്രീകരിച്ച് പോകുന്നത്. പിന്നെ അതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ആരും ആശ്രയിക്കാണ്ട് പൂർത്തീകരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ചെയ്തത്. 5 വർഷമായി ഞാൻ ഇതിന് പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അത് ഓരോ ക്ഷേത്ര ഗ്രൂപ്പുകൾ വിചാരിച്ചാൽ തന്നെ എപ്പോഴും ഞാനായിട്ടുണ്ടാവും. ഇത് സ്ലിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം, എങ്കിൽ മാത്രമേ അതിന് പെട്ടെന്ന് മോട്ടിവേഷൻ ആവുമോ, അല്ലെങ്കിൽ ആവില്ല. അത് വാച്ച് ടൈം കുറയുന്നത് അതുകൊണ്ടാണ്. അതിനുവേണ്ടി ഇറങ്ങിയിട്ടപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ 10 ലക്ഷം റുപ്യോളം ഇപ്പോൾ എനിക്ക് കടമായി. 3 ലക്ഷം റുപ്യക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി ചിലവിട്ടത് 7 ലക്ഷം റുപ്യ അധികം. അങ്ങനെ 10 ലക്ഷം റുപ്യ എനിക്ക് കടമായിപ്പോയി. അപ്പം അത് അങ്ങനെയാണ്. അതിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലേ അത് മനസ്സിലാവും. ഇപ്പം ഓരോന്നും കടയിലെടുത്തിട്ടും ഒരാളെ പേരിൽ കടമെടുത്തിട്ടും അങ്ങനെയല്ലാന്ന്, പിന്നെ ഗോൾഡ് പണയം വെച്ചിട്ടും അങ്ങനെയല്ലാന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അവസ്ഥ എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഈ ഒരു ദേവീനെ പൂർത്തീകരിച്ചിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം ഒറ്റയ്ക്ക് സാധ്യമല്ല ആർക്കും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ദയവായി എനിക്ക് ഇതേ പറയാനുള്ളൂ, സഹായിക്കാൻ പറ്റുന്ന കൂട്ടരുണ്ടെങ്കിൽ സഹായിക്കാം. 3 ലക്ഷം റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മരത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതിന് മുകളിൽ കെട്ട് കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് പ്രതിഷ്ഠേൻ്റെ ചെറിയൊരു പൈസ മാത്രമേ നമ്മൾ കാണേണ്ടി വരും. വിഗ്രഹത്തിൻ്റെത് ഞാൻ ചെറിയൊരു പൈസ അങ്ങ് പാലക്കാട് കൊണ്ട് കൊടുത്തതായിരുന്നു. ഇനിയിപ്പം വിഗ്രഹത്തിൻ്റെയും അതിൻ്റെ കൂടെ ഉണ്ട്. താഴെ ഒരു 5 ലക്ഷം റുപ്യ ക്ഷേത്രം പൂർത്തീകരിച്ച് അമ്മേനെ ഇത്താണ്ടിക്ക് ആവും. 5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ അമ്മ എപ്പോൾ ഇരുന്നെന്ന് ചോദിച്ചാൽ മതി. അപ്പം അതിനു വേണ്ടിയായിരുന്നു കഷ്ടപ്പെട്ട. പക്ഷേ അതിനു വേണ്ടി ഇപ്പോൾ ഷീറ്റ് തന്നെ ഞാൻ ഒത്തിരി തവണ കെട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ നല്ല നമസ്കാരം. നിങ്ങൾ സഹായിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഗുരുജി യാത്ര തുടരുന്നത്. അപ്പം ഇത് വേഗം കെട്ടിയിട്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ പണി കിട്ടിപ്പോവും. പൊട്ടി അലാക്കായിട്ട് താഴോട്ട് ഇതായിട്ടാണുള്ളത് ഷീറ്റ്. അപ്പം ഇത് സാധാരണ മറ്റുള്ളവർ തേച്ചതല്ല, കല്ലുകൊണ്ട് അങ്ങനെ മെഷീൻ കല്ല് പണയെന്ന് കൊത്തിക്കൊണ്ടുവന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള രീതിയിലുള്ള ക്ഷേത്രമാണ്. അപ്പം രാജരാജേശ്വരിയാണ്, അതീവ പോസിറ്റീവ് എനർജിയുള്ള മഹാദേവിയാണ്. നല്ലവരായ ഒത്തിരി നല്ല മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റാരോടും സഹായം എന്നവരെ ഞാൻ ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നതാണ് ഇത്, ഈ ദേവീൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇത്രയും സമയം ഞാൻ എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ടാണ് കടവും കാര്യങ്ങളൊക്കെ വാങ്ങി. ആരും കീശിൽ എടുത്തിട്ട് ചെയ്തതല്ല. ബാങ്ക് ലോണും കാര്യങ്ങളും ഗോൾഡ് വെച്ചിട്ടും എല്ലാമാണ് നമ്മൾ ഈ ക്ഷേത്രം ഇങ്ങനെ ഈ രൂപത്തിലെത്തിച്ചത്. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതീവ പോസിറ്റീവ് എനർജി, ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് അഭയം പ്രാപിച്ച ക്ഷേത്രമാണ്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ യാത്ര ആയതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. എനിക്കത് നിർത്തിവെക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്നവരെ ഞാൻ അതിൽ തന്നെ ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും പേര് ചെയ്തു വെച്ചു. ഇനി ഇതിൻ്റെ ബാക്കിയുള്ളൊരു കാര്യം കൂടിയാണ് ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് നമ്മൾ നിർമ്മിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം പാവപ്പെട്ട നിർധനരായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി, അവർക്ക് വീട് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അസുഖം ബാധിച്ചവർക്ക് അതിനുള്ള സഹായത്തിന് വേണ്ടി, പിന്നെ കുട്ടികളെ മംഗല്യ ഇതിന് വേണ്ടി, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് തുടക്കം മുതലേ ചെയ്തത്. അപ്പം ഒത്തിരി വർഷമായി ഇത് ഭഗവതിൻ്റെ ഈ കാര്യങ്ങൾ
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമുള്ള ക്ഷേത്രത്തിന് കേട് വന്നു, അതിനുശേഷം അത് പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കൈകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അത് തന്നെ ഞാൻ ആരാധിച്ച് പോകുന്നതാണ്. ഞാൻ ആ വീഡിയോ ഈ കാണുന്നതാണ്. ഇത് നിങ്ങളെ മുന്നിൽ ഈ കാണുന്ന വീഡിയോ ആണ്. ആ വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ അവസാനമായിട്ട് ഞാനത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഇത്രയും വർഷം ആരാധിച്ചു പോകുന്ന ആ മഹാദേവനെ, ക്ഷേമാനന്ദനാഥൻ എന്നാണ് ശിവൻ്റെ പേര്. ഈ ഭൂമിയിൽ ഈ ഒരു പേരിൽ അങ്ങനൊരു ശിവനില്ലെന്നാണ് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആ പേരിലുള്ളത് ക്ഷേമാനന്ദനാഥൻ, സകല ക്ഷേമങ്ങളുടെയും നാഥനായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. വിളിപ്പുറത്തിരിക്കുന്ന ശ്രീ കറുമാരിയമ്മൻ, ശ്രീ രാജരാജേശ്വരിയായിട്ട് അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ശ്രീചക്ര മഹാമേരു ഇവിടെ പ്രത്യക്ഷമായി കാണിക്കുന്ന ക്ഷേത്രമാണ്. പിന്നെ അങ്ങനെ ബാലാഗണപതിയാണ് നമ്മളെ ഇവിടുത്തെ ഗണേശനായിട്ടിരിക്കുന്നത്. അറുമുഖനായിട്ടാണ് സുബ്രഹ്മണ്യൻ ഇരിക്കുന്നത്. കട്ടിൻ്റെ കാലായിട്ട് ബ്രഹ്മാവ്, വിഷ്ണു, ഭൈരവൻ, വീരഭദ്രനായിട്ടെല്ലാം ആണ് സങ്കല്പം വെച്ചിട്ട് ചെയ്യുന്നത്. കട്ടിൻ്റെ പലയായിട്ട് കിടക്കുന്നത് മഹാദേവനായിട്ടാണ്. പിന്നെ പൊഞ്ചാമ്പം കൊണ്ട് വീശുന്നത് അമ്മ ലക്ഷ്മിയും സരസ്വതിയായിട്ടാണ്. അമ്മ ആദിപരാശക്തിയായിട്ടാണ്, അമ്മ രാജരാജേശ്വരിയായിട്ടാണ് ഇവിടെ നമ്മൾ അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പം അഗ്നിദുർഗിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടുത്തെ അമ്മ അഗ്നിദുർഗിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അത് അങ്ങനെ തമിഴ്നാട്ടിൽ കൈമാറിയതാണ്. അങ്ങനെ ഞാനത് എൻ്റെ പ്രാണനെ പോലെ കൊണ്ടുവന്ന് ഞാൻ വർഷങ്ങളോളമായി വെച്ച് ഞാൻ പൂജിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതിന് മുമ്പിട്ട് എൻ്റെ കൈവശം ഞാൻ ഏകദേശം 6 അടി പൊക്കത്തോളം ഹൈറ്റിലുള്ള ഒരു വലിയൊരു ശിവലിംഗം ഉണ്ടാക്കിയിട്ട് ആ ശിവലിംഗം വർഷങ്ങളോളമായിട്ട് ഞാൻ ആരാധിച്ച് പോകുന്നതായിരുന്നു. കൈലാസത്തു നിന്ന്, ഹിമാലയത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന മണ്ണും കൂടി അതിൽ ഉൾപ്പെടുത്തി, 7 നദികളെ തീർത്തും കൂടി അതിൽ ഉൾപ്പെടുത്തി, ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് വെളുത്ത സാളാഗ്രാമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനത് ഭഗവാനെ നിർമ്മിച്ചത്. 3.5 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഭഗവാനെ ഞാൻ ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തത്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം പറ്റുവാണെങ്കിൽ സഹായിക്കുക. ആരെയും നിർബന്ധിക്കുന്നതല്ല, ആരെയും പോസ്റ്റ് ചെയ്യിപ്പിക്കുന്നതല്ല. നിങ്ങൾ കൂടിയുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, വെറും 5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മേനെ അവിടെ ഇരുത്താൻ പറ്റും. നമ്മൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ജീവകാരുണ്യ പ്രവൃത്തി ഈ ക്ഷേത്രത്തിലേക്ക് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. 1 രൂപ പോലും അനാവശ്യമായ രീതിയിലേക്ക് കൂടി പോകില്ല. അതെല്ലാം നിയമപരമായിട്ട് രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ക്ഷേത്രം. ഇത് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. 11 അക്കം ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ട്രസ്റ്റ് കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും ബാക്കോട്ടേക്ക് മാറുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ കുറേ പേര് അങ്ങനെ മാറിയിട്ട് പോയി. ഇപ്പോൾ ആദ്യം പുതിയ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ദയവായി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഈ QR കോഡിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സംഭാവനയായിട്ട് നിങ്ങളതിൽ ഉൾപ്പെടുത്തുക. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് പൂർത്തീകരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ്. ഒത്തിരി ഭാരതം മുഴുവൻ ഇതുപോലെ തകർന്നു പോയ ക്ഷേത്രങ്ങളെ പുനർനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനും നിങ്ങളോട് നല്ല മനസ്സോടുകൂടി ഈ ലോക ജനതയ്ക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി ഒരു ആരുടം ഇവിടെ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ 3-4 വർഷമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഇപ്പം അത് ഇങ്ങനെ വഴിക്ക് കിടക്കുവാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ആരുടെടുത്തും പിരിവോ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം പിന്നെ ഞാൻ ഉറുമ്പ് അരിച്ച് വെക്കുന്ന പോലെ ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ടും ഇങ്ങനെ ആക്കിയിട്ടും എല്ലാം മറ്റുള്ള ഗണപതി ഹോമത്തിനും ശാക്ത പൂജക്കൊക്കെ പോയിട്ടാണ് ഞാൻ ഇത്രയും പേര് എത്തിച്ചത്. പിന്നെ കുറേ ലോണും കടവും എല്ലാം എടുത്തിട്ടാണ്, പിന്നെ ഗോൾഡ് ലോണും ഇങ്ങനെയെല്ലാം എടുത്തിട്ടാണ് ഞാൻ ഇത്രയും പേര് എത്തിച്ച് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം വെറും 5 ലക്ഷം റുപ്യ വേണ്ടു. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ദയവായി നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഈ QR കോഡിലേക്ക് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും തന്നെ സഹായിച്ചിട്ടില്ല. നമ്മളെ നാട്ടിൽ എത്രത്തോളം ഭക്തന്മാർ ഇങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ഇത് മനസ്സിലാക്കലാവും. എന്ന് വെച്ചാൽ 5 ലക്ഷം റുപ്യ വേണ്ടു. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ദയവായി നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഈ QR കോഡിലേക്ക് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും തന്നെ സഹായിച്ചിട്ടില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ട് ബോധിപ്പിച്ച് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് കണ്ട് നിങ്ങൾക്ക് ബോധിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പറ്റുന്ന സഹായങ്ങൾ ചെയ്യാം.